പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഓക്കെ, അപ്പം ഞാൻ ഇടയ്ക്ക് ഇടണമെന്ന് വിചാരിച്ച ഒരു ടോപ്പിക്കാണ് ഇന്നത്തത്. ഒന്നുമില്ല, തൈറോയ്ഡാണ്. ഓക്കെ, ധാരാളം തൈറോയ്ഡ് വീഡിയോസ് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റയിലും ഇതിലൊക്കെ കാണുന്നുണ്ട്. അപ്പം തൈറോയ്ഡ് ഉള്ള ഒരാളായ ഞാൻ എന്തുകൊണ്ടൊരു തൈറോയ്ഡ് വീഡിയോ ഇത്രയും ദിവസം ഇട്ടില്ല എന്നുള്ളൊരു എനിക്ക് തോന്നിയിട്ടുണ്ട്. അറിയാവുന്നവരും ചോദിച്ചത് തൈറോയ്ഡിൻ്റെ വീഡിയോ ഇടാത്തതെന്ന്. അപ്പം ഞാനിപ്പോൾ വീഡിയോ തന്നെ ഇട്ടിട്ട് വരുന്ന ഒരാളാണ്, ഭയങ്കരമായിട്ടൊന്നും ആയിട്ടില്ല. അപ്പോൾ എനിക്കുള്ള പ്രശ്നങ്ങളാണ് ഞാൻ ഇതിലോട്ട് ഞാൻ ഇട്ടിട്ടുള്ളതും. അപ്പോൾ ഓക്കെ, തൈറോയിഡിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. അറിയാമല്ലോ, ഹൈപ്പോ തൈറോയിഡ് ഉണ്ട്, 2 തൈറോയിഡാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. നോർമലായിട്ട് തൈറോയിഡും വരുന്നുണ്ട്. ഓക്കെ, അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഹൈപ്പോയെ പറ്റി. എനിക്ക് ഹൈപ്പോയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഹൈപ്പോ തൈറോയിഡിസത്തിനെ പറ്റി ഞാൻ പറയുന്നത്. അപ്പം മറ്റത് വരുമ്പോഴത്തേക്ക് നമ്മളിത് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, എപ്പോഴും മറ്റേ തൈറോയിഡിൻ്റെ വേറെ എന്തെങ്കിലും ഓർമ്മ. അപ്പം എനിക്കുള്ള തൈറോയിഡ് ഇതായത് കൊണ്ടിട്ട് എനിക്ക് അതിനെ പറ്റിയിട്ടാണ് പറയാനായിട്ടുള്ളത്. ഓക്കെ, ഞാനിത് അറിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് 4-5 വർഷമായെന്ന് തോന്നുന്നു തൈറോയിഡിൻ്റെ പ്രശ്നം. മെയിനായിട്ട് അറിയണത് എൻ്റെ ഈ തല നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇത് കണ്ടല്ലോ, ഇതിങ്ങനെ കയറി. എനിക്ക് കുറച്ച് നെറ്റുള്ള ആളാണ്, പക്ഷേ എങ്കിലും ഇച്ചിരി കൂടുതലായിട്ട് ഇങ്ങനെ കയറി ഇവിടുത്തെ മുടിയെല്ലാം അങ്ങ് തൊഴിയാൻ തുടങ്ങി. പിന്നെ അത്യാവശ്യത്തിന് മുടി ഉണ്ടായിരുന്ന ഞാൻ മുടി കട്ട് ചെയ്ത് സ്ട്രൈറ്റ് ചെയ്ത് എൻ്റെ കൊഴുപ്പ് കാരണം ഞാൻ ചെയ്തെങ്കിലും മുടി ഒട്ടും വളരണില്ല. ഇങ്ങനെ പ്രശ്നമായി തുടങ്ങി. പിന്നെ വിട്ടുമാറാത്ത ഈ മുഖക്കുരുകൾ എന്നെ ഇങ്ങനെ പിടിയോടി തുടങ്ങി. ഈ പ്രശ്നങ്ങളെല്ലാം കാരണമാണ് ഞാൻ തൈറോയിഡ് ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയത്. തൈറോയ്ഡ് ഉണ്ടോ എന്ന് അറിയാനൊന്നുമല്ല പോയത്. ഇവിടെ മൂക്കുരു മാറാനായിട്ടുള്ള മരുന്ന് തരാൻ വേണ്ടിയിട്ടാണ് ജനറൽ ഹോസ്പിറ്റലിൽ പോയത്. അപ്പോൾ ചെന്ന് ചോദിച്ചപ്പോൾ അവർ ഏതോ ഒരു ഓയിൽമെൻറ്റ് തന്നു. അപ്പോൾ അവർക്കൊരു സംശയം തോന്നി. ലേഡി പറഞ്ഞ് ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യണം, തൈറോയ്ഡ് ഉണ്ടോ എന്ന് നോക്കാൻ. ആദ്യമായിട്ട് എനിക്കൊരു മാരക രോഗം വന്നു എന്നുള്ള സ്ഥിതിയിൽ എനിക്ക് തൈറോയ്ഡൊക്കെ ബാധിച്ച് എന്നുള്ള രീതിയിൽ എനിക്ക് എന്തിനാണ് തൈറോയ്ഡ് പോലും അറിഞ്ഞുകൂടെ. പിന്നെയാണ് ഇവിടെയുള്ള ഏതോ 2 ഗ്രന്ഥികളാണെന്നൊക്കെ മനസ്സിലായത്. ഇതിൻ്റെ അകത്തുള്ള എന്തോ ഒരു സാധനത്തിൽ കുഴപ്പം പറ്റി ഉടനെ കഞ്ഞി പോകുന്നുള്ള മട്ടിലാണ് ഞാൻ അന്ന് ഇരുന്നത് ഇത് കേട്ടപ്പോൾ. അപ്പോൾ ചെക്ക് ചെയ്ത് റിസൾട്ട് വന്നു, സന്തോഷമായിരുന്നു, തൈറോയ്ഡ് ഉണ്ട്. ഓക്കെ, അങ്ങനെ അറിഞ്ഞു. അപ്പോൾ പിന്നെ ഇതിനെന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തൈറോയിഡിന് ഏറ്റവും കൂടിയ ഗുളികയാണ് ആദ്യം തന്നത്. തൈറോയിഡിന് അറിയാം, കഴിക്കുന്നവർക്കൊക്കെ ഗുളിക ഇവിടെ ഇല്ല, സോറി, അല്ലെങ്കിൽ ഞാൻ അടുത്ത വലിയ ഗുളിക കാണിച്ചു. എല്ലാവർക്കും അറിയാം ഗുളിക എന്താണെന്നൊരു പിങ്ക് കളർ ബോട്ടിൽ ഒരു 50 ml 100 സംതിങ് വരും. അപ്പം ഇതാണ് ഗുളിക വരുന്നത്. അപ്പോൾ എനിക്ക് ചില കുറവുള്ളവർക്ക് 25 കിട്ടും. എനിക്ക് 80 തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം 50 ഒരു ഗുളിക അവിടെ നിന്ന് സർക്കാർ ആശുപത്രിയിൽ തന്നെ ഫ്രീ ആയിട്ട് ചിലപ്പോൾ കിട്ടും, ഇല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിക്കുക. പല സ്ഥലങ്ങളിൽ തൈറോയിഡ് ഗുളികയ്ക്ക് വില നല്ല കൂടിയും കുറഞ്ഞിട്ട് ഇരിക്കും. മറ്റേ എനിക്ക് തോന്നുന്നു ജനൌഷധി അങ്ങനെയൊക്കെയുള്ള കാരുണ്യയിലൊക്കെ കുറച്ച് വില കുറവുള്ള കുറച്ച് കടകളൊക്കെ ഉണ്ട്. ചില സ്ഥലം വലിയ വിലയൊന്നുമില്ല, 150 പക്ഷെ 113 സാധനം കിട്ടും ചില കടകളിലൊക്കെ ഗുളികയ്ക്ക്. അപ്പം ഈ സാധനത്തിൻ്റെ കാര്യങ്ങൾ ഇത്രയും വരുന്നുള്ളൂ. അപ്പം മെയിനായിട്ട് എന്ത് ചെയ്യണം. അവർ പറഞ്ഞ് കോളിഫ്ലവർ കഴിക്കല്, ബ്രൊക്കോളി കഴിക്കല്, ക്യാബേജ് കഴിക്കല്, ഉരുളക്കിഴങ്ങ് കഴിക്കല്, മണ്ണിൻ്റെ അടിയിൽ നിന്ന് വരണത് ഒന്നും കഴിക്കല്, വെള്ളം മാത്രം കുടിക്കുക എന്നുള്ള രീതിയിൽ അവരുടെ അടുത്ത് പറഞ്ഞു വിട്ടു. പിന്നെ ഇത് കഴിക്കേണ്ട കുറച്ച് സംഗതികൾ. അപ്പോൾ ഇത് വേറെ ഒന്നും എനിക്ക് അറിഞ്ഞൂടെ ഇതിനെപ്പറ്റി. അപ്പം ഇതെല്ലാം കുറയുമ്പം ഇതെല്ലാം പോയി ഇതൊക്കെ വളരും എന്ന് മാത്രമേ. പക്ഷേ ഇതിൽ വരണ മെയിൻ പ്രശ്നം വെച്ചാൽ മൂഡ് സ്വിങ്സ്. ഇതാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മിണ്ടാതിരിക്കണം, നമ്മൾ പെട്ടെന്ന് അന്യനാവും, കുറച്ച് കഴിയുമ്പോൾ അമ്പിയാവും, പിന്നെ റൊമ ആവും. ഇതാണ് ഇതിലെ മെയിൻ റീസൺ. അപ്പം ഇത് ഭയങ്കരമായിട്ട് ദേഷ്യം. പിന്നെ കരയാൻ തുടങ്ങി. എന്തിന് കരയണതെന്ന് പോലും എനിക്ക് പോലും അറിയാത്ത വിധത്തിൽ ഞാൻ കരയും. പിന്നെ ഓർമ്മക്കുറവ്, ഒരു സാധനം എൻ്റെ കയ്യിലിരുന്നിട്ട് അതിനെ തപ്പി ഞാൻ നടക്കും. ഇത് ഇത്രയാണ് ഈ തൈറോയ്ഡ് ഉള്ളവർ അനുഭവിക്കുന്ന മെയിൻ പ്രശ്നങ്ങൾ. അതിനുള്ളവർക്കേ അറിയാം. പിന്നെ ആണുങ്ങൾക്ക് വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. പൊതുവെ പെണ്ണുങ്ങൾക്ക് എല്ലാവരും വരുമായിരിക്കും തൈറോയ്ഡ്. എല്ലാവരും കോമൺ ആണ്. പക്ഷെ കൂടുതലും സ്ത്രീകൾക്ക് തന്നെയാണ് വെച്ചാൽ അവരാണല്ലോ കുറച്ച് ടെൻഷൻസും കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങൾ വീട്ടിനകത്ത് കൂടുതൽ ചടഞ്ഞുകൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങളായതുകൊണ്ടിട്ട് കുറച്ച് കൂടുതലായിട്ടും വരും. മെയിൻ കാരണം എന്ന് വെച്ചാൽ വീട്ടിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ കൂടുതൽ ചാൻസ് ആണ് കേട്ടോ. ഈ വർക്കൗട്ട് എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ ഈ സാധനത്തിന് തോൽപ്പിക്കാനായിട്ട് നമുക്ക് ഭയങ്കര ഇതാണ്. പക്ഷേ വർക്കൗട്ടില്ല. ഞാൻ പണ്ട് ഡാൻസ് കളിക്കുമായിരുന്നു, കാലിന് ഇഷ്യൂവാനും അതൊക്കെ നിർത്തി. അപ്പം കുറച്ച് നമ്മുടെ ബോഡി ഒന്ന് നന്നായിട്ട് വിയർത്ത് സ്ട്രിക്റ്റായിട്ട് പോയി കഴിയുമ്പോൾ തന്നെ മെയിൻ കാരണം വെച്ചാൽ വർക്കൗട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ദേഹം ചുമ്മാ ഇരിക്കുമ്പോഴും പാരസിറ്റമോൾ കഴിക്കേണ്ട അവസ്ഥ എന്ന് വെച്ചാൽ ചൂട് ഇങ്ങനെ പൊള്ളുന്ന ചൂട് വന്നുകൊണ്ടിരിക്കും. ചിലവർ നല്ല താടിച്ച് ബീപ്പ കുറ്റിയാവും, ചിലർ മെലിഞ്ഞ് കാണാൻ രോഗിയാവും. ഞാൻ നല്ല മെലിഞ്ഞു, പിന്നെ ഇടയ്ക്ക് വെച്ച് പെരുവി,
എനിക്ക് അറിഞ്ഞുകൂടാ, ഇഷ്ടമുള്ള രീതിയിൽ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് അടിക്കുന്ന പോലെ അത് പഠിക്കുന്നു, വണ്ണം കുറയ്ക്കുന്നു, ആ രീതിയിലൊക്കെയാണ് എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന തൈറോയ്ഡ്. പിന്നെ വിട്ടു മാറാത്ത കുരു അവരുമായി പറയും ഇത് മാറുമ്പോഴത്തേക്കും ശരിയാകുമെന്ന് പറയും. പിന്നെ ഞാൻ ഇതിനെ പറ്റിയിട്ടുള്ള കുറച്ച് റിസർച്ച് തുടങ്ങി, എന്ത് ചെയ്യാൻ മാറാൻ പറ്റുമെന്നുള്ളത്. പിന്നെ കൊതി കൂടുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, കണ്ട സാധനങ്ങളെല്ലാം വാരി തിന്നും. എൻ്റെ കഴിഞ്ഞ വീഡിയോകളൊക്കെ കാണുന്നവർക്ക് അറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വെളിയിൽ നിന്നുള്ള എന്തിനാണ് ജങ്ക് ഫ്രൂട്ടും അതും ഇതൊക്കെ ഞാൻ കഴിക്കും. എനിക്ക് ബർഗർ ഇഷ്ടമാണെങ്കിൽ ബർഗർ കഴിക്കും, ഷവർമ ഇഷ്ടമാണെങ്കിൽ ഷവർമ കഴിക്കും. ഷവർമയ്ക്കകത്തൊക്കെ പറഞ്ഞാൽ ഈ മയോണൈസ് അതൊന്നും ഈ തൈറോയ്ഡ് രോഗിയൊക്കെ ഭയങ്കര പ്രശ്നമാണ്, ഒന്നും കഴിച്ചുകൂടാ. ഇതെല്ലാം വാരി വലിച്ചെത്തുന്നുണ്ടാക്കാൻ നടന്നാൽ ഞാൻ പിന്നീട് ഇതെല്ലാം അങ്ങ് കട്ട് ചെയ്യാൻ തുടങ്ങി. വെച്ചാൽ ഞാൻ ഇത് ഗുളിക കഴിക്കുകയും ചെയ്യാം, ഇതെല്ലാം ഒരു സൈഡിൽ നിന്ന് കഴിക്കുകയും ചെയ്യാം എന്നുള്ള തോട്ടിലാണ് ഫസ്റ്റ് ഇറങ്ങി തിരിച്ചത്. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇത് മാസം 2 മാസം 3 മാസം കൂടുമ്പോഴേക്കും ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ലെവൽ മനസ്സിലാവത്തില്ല. പോയി ബ്ലഡ് കൊടുത്ത് ഇതിൻ്റെ TSH എന്ന് പറഞ്ഞ ഒരിതുണ്ട്, ഫുൾ ഇതിൻ്റെ അല്ലെങ്കിൽ ഫുൾ ഇതിൻ്റെ ഇതെടുത്ത് ചെക്ക് ചെയ്യാൻ പറ്റും. അത് വരുമ്പോൾ ഒരു കോമൺ 250 രൂപ അടുപ്പിച്ച് വരും, അല്ലെങ്കിൽ 100 സംതിങ് രൂപയ്ക്കകത്ത് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ രണ്ടും ചെക്ക് ചെയ്യും, ഒരുമിച്ച് ചെക്ക് ചെയ്യുമ്പോൾ 250 രൂപയ്ക്കകത്താണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ രണ്ടിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ TSH ലെവൽ നമുക്കത് അറിയാൻ പറ്റും, എങ്ങനെയാണ് ഇപ്പം പോകുന്നുള്ളത്. ഒരു മീഡിയം ലെവലിൽ നിൽക്കുമ്പോൾ ഗുളികയെടുത്ത് മാറ്റാൻ പറ്റും. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ 19 ആയിരുന്നു. അപ്പോൾ കൂടുതലായിട്ട് നിൽക്കുകയായിരുന്നു. അതിൻ്റെ ലെവൽ കുറച്ച് കൊണ്ടുവരണം. അതിൻ്റെ കൂടെ തന്നെ ഹീമോഗ്ലോബിൻ ലെവലും കൂടെ എനിക്ക് നല്ല കുറവായിരുന്നു. അപ്പോൾ അത് കൂട്ടാൻ വേണ്ടി ഞാൻ ആപ്പിൾ പോലുള്ള സംഗതിയിൽ ഹീമോഗ്ലോബിൻ കുറവായതുകൊണ്ട് ഞാൻ കഴിച്ചു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് അവോയ്ഡ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്തുവാ പറഞ്ഞ കോളിഫ്ലവർ, ബ്രൊക്കോളി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഞാൻ എന്ത് ചെയ്തു, അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. അവോയ്ഡ് ചെയ്ത് ഇംഗ്ലീഷ് മരുന്നിനെ മാത്രം ആശ്രയിച്ചു. അത് കഴിഞ്ഞിട്ട് ആയുർവേദത്തിൽ പോയി ആയുർവേദ ഗുളികയിലോട്ട് ആശ്രയിച്ചു. തൈറോയ്ഡിൻ്റെ ഗുളിക ആയുർവേദത്തിലാണ് ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് കുറവ്, ഈ 2 മെഡിസിൻസ് എടുത്തപ്പോഴും കുറവില്ല. പക്ഷേ ഞാൻ ഹോമിയോയിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹോമിയോയിൽ ഇതിന് മെഡിസിൻ ഉണ്ട് നമുക്ക്. അപ്പം ഞാൻ ഇതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഹോമിയോയിൽ പോയപ്പോഴത്തേക്കും, പക്ഷേ ഇവിടെ എല്ലാം എനിക്ക് കഴിക്കാം, ആ ഒരു പ്രത്യേകത ഉണ്ട്. പക്ഷേ എല്ലാം ആവശ്യത്തിന് ലിമിറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് കോളിഫ്ലവർ കഴിക്കാം, കുറേ കഴിക്കേണ്ട, ഒരു കുറച്ച് കഴിക്കാം, മനസ്സിലായി, നന്നായിട്ട് വേവിച്ച് കുക്ക് ചെയ്ത് കഴിക്കാം. ബ്രൊക്കോളി കഴിക്കാം, കുറച്ച് കഴിക്കാം. പക്ഷേ ബ്രൊക്കോളി അൾസർ പ്രശ്നം അല്ലെങ്കിൽ വയറിന് ഇഷ്യൂസ് ഉള്ള ഒരു ഗ്യാസ്ട്രൈറ്റീസിൻ്റെ പ്രശ്നമുള്ളവർ ദയവ് ചെയ്ത് ബ്രൊക്കോളി കുറച്ച് കഴിക്കണമെന്ന് നല്ലത്, അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും കുറച്ച് ഏറ്റവും നല്ലത്. അപ്പം ഇങ്ങനെയുള്ളത് കഴിക്കാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ അയഡിൻ അടങ്ങിയ സാധനമാണ് ഈ തൈറോയ്ഡുകാർ കൂടുതൽ കഴിക്കേണ്ടത് എന്നുള്ള രീതി എനിക്ക് മനസ്സിലായി. പക്ഷേ മുട്ട ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. മുട്ട, മീൻ നല്ലതാണ്. പിന്നെ മാക്സിമം ഞാൻ ഈ പറഞ്ഞുള്ള സംഗതികളൊക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഏറ്റവും നല്ല കാര്യമാണ്. എന്നുവെച്ചാൽ മധുരം കുറയ്ക്കുക. ഡാർക്ക് ചോക്ലേറ്റിൽ കുറച്ച് ഇത് കുറവായിരിക്കുമല്ലോ, അങ്ങനെയുള്ളത്. പിന്നെ ഡെയിലി ഒരു വർക്കൗട്ട്, ജിമ്മിൽ പോകാനായിട്ടൊന്നുമല്ല, വീട്ടിൽ ചുമ്മാ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് കയറി ഇറങ്ങുക, കുടുങ്ങി മിറ്റം അടിക്കുക, 1-2 ചാട്ടം ചാടുക, ഇങ്ങനെയൊക്കെയുള്ളത് ചെയ്താൽ തന്നെ നമ്മൾ എന്തായാലും വീർത്തൊന്നുമല്ലോ. അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ഡെയിലി കൊടുക്കുക. പിന്നെ വെള്ളം മാക്സിമം നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ തൈറോയ്ഡിൻ്റെ കാര്യത്തിന് ഏറ്റവും ബെസ്റ്റായ സാധനം. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ഹോമിയോയുടെ ഈ ഒരു മെഡിസിൻസും എൻ്റെ ഫുഡിൻ്റെ പാറ്റേണും കൊണ്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്കും പിന്നെ എൻ്റെ ലെവൽ മാറി. ഇപ്പോൾ എനിക്ക് ലാസ്റ്റ് ഇപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു 3 or 5 ഒക്കെ ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം ഞാൻ ഗുളിക ഇപ്പോഴും 15 ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പാടത്തിലെ ഡോക്ടറെ കാണാൻ എനിക്ക് 25 ആക്കാറായോ. പക്ഷെ നമ്മൾ ഇത് ഗുളിക എടുക്കുമ്പോഴും നമുക്കിപ്പോൾ കുറവായി എന്ന് തോന്നി കഴിയുമ്പോൾ ഗുളിക എടുത്ത് സ്റ്റോപ്പ് ചെയ്യാൻ നിൽക്കരുത്, എങ്കിൽ വീണ്ടും ഇത് തക്കന കൊണ്ട് കൊടുക്കും. അപ്പോൾ അതേ ചെയ്തിട്ട് മീഡിയം ലെവലിൽ പോകുന്നത് വരെ ഗുളിക കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഈ തൈറോയ്ഡുള്ളവർ ശ്രമിക്കുന്നതായിരിക്കും ബെറ്ററായിട്ടുള്ള കാര്യമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് പിന്നെ വേറൊരു കാര്യം തൈറോയ്ഡിന് തോന്നിയിട്ടുള്ളത് നല്ല ഉറക്കം മെയിനാണ് കേട്ടോ. എനിക്ക് ഉറക്ക പ്രശ്നമുള്ള ഒരാളാണ്. സ്കൂളും ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങി എണീക്കുക. അത് വെച്ചാൽ മാക്സിമം ഒരു 11:30 ഉറങ്ങി ഒരു നേരത്തെ എണീക്കുന്നതൊക്കെ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. ഇല്ലെങ്കിൽ ചത്തുകുത്തി ഒരു വല്ലാത്തൊരു അവിയൽ പരുവത്തിലായിരിക്കും തൈറോയ്ഡുള്ളവർ ഇരിക്കുന്നത്. വെച്ചാൽ എനിക്ക് ഇരിക്കുന്ന അനുഭവം കൊണ്ടിട്ടാണ് പറഞ്ഞത്. ഇച്ചിരി നന്നായിട്ടിരിക്കുമ്പോഴായിരിക്കും ബർത്ത്ഡേ ആഘോഷവും കാര്യങ്ങളൊക്കെ കയറി വരും. നമ്മളെന്തായാലും നന്നായിട്ട് കഴിക്കും. അപ്പോഴത്തേക്കും വീണ്ടും തൈറോയ്ഡ് കൂടെ ഞാൻ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 3 മാസം 4 മാസം കൂടുമ്പോഴാണ് ഞാൻ തൈറോയ്ഡ് പൊതുവെ ചെക്ക് ചെയ്യാറ്. മെയിനായിട്ടുള്ള കാര്യം പറയുകയെന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ പറ്റും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഭയങ്കര ഇമോഷണലി ഭയങ്കര വിഷമമായിട്ടിരിക്കുക, കരച്ചിൽ നിർത്താൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ ദേഷ്യം കൂടിക്കൊണ്ടിരിക്കുക, ചുമ്മാ എന്തെങ്കിലും കാര്യത്തിന് കരയുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്കറിയാൻ പറ്റും എൻ്റെ ഉള്ളിൽ വേറെ ഒരാൾ എണീറ്റിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവും. നമുക്ക് തൈറോയ്ഡിനെ വെച്ചാൽ നമ്മൾ എത്രത്തോളം ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുമോ തൈറോയ്ഡിന് ഒരു
പ്രശ്നവും വരത്തില്ല. മാക്സിമം അത് ബാലൻസ് ആയിട്ട് പോകും. മറ്റേത് ഇൻബാലൻസ് ആയിട്ട് പോകും. ചിലർ ഈ തൈറോയ്ഡ് കാരണം ഇങ്ങനെ ഓപ്പറേഷനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ പൊന്നെ, എനിക്ക് നല്ല പേടിയുള്ള ആളായത് കൊണ്ടിട്ട് ഞാൻ അതിന് ഇടവരുത്താതിരിക്കാൻ വേണ്ടി മാക്സിമം എൻ്റെ കയ്യിൽ കൊണ്ട് പറ്റണതൊക്കെ ചെയ്യണം. ഇവിടെ നിന്ന് എന്തോ ഒരു സാധനം എടുത്ത് കളയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് കളഞ്ഞതിന് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പം തൈറോയ്ഡ് ഗ്രന്ഥി മാക്സിമം തന്നെ നന്നായിട്ട് പൊന്നുപോലെ നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മളെ പൊന്നുപോലെ നോക്കിക്കോളും. ഈ ഇതിൻ്റെ ഇഷ്യൂ ഒക്കെ വെച്ചാൽ ഹോർമോണൽ ഇഷ്യൂസൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് മാക്സിമം പറ്റും. ഓക്കെ, അപ്പോൾ ഈ തൈറോയ്ഡ് രോഗമുള്ളവർ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക. എന്ന് വെച്ചാൽ ഇലക്കറി കൂട്ടി ചോറ് കുറച്ച് കഴിക്കാൻ നോക്കുക. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് എന്ത് കഴിച്ചു കഴിഞ്ഞാലും ഏറ്റവും നന്നായിട്ട് വെച്ചാൽ ഈ സോയാബീൻസ് എന്ന് പറഞ്ഞ സാധനം തൊടേ പോകരുത് കേട്ടോ. ഇത് സോയാബീൻ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് ഇപ്പം കടല, ധാന്യങ്ങൾ, നവധാന്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പയറുപരിപ്പ് അങ്ങനെയുള്ള ഐറ്റംസിനോട് കിടക്കുക. പിന്നെ വെജിറ്റബിൾസിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഇതേപോലുള്ള വെജിറ്റബിൾസ് ഒന്ന് കുറച്ച് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഫുഡ് എടുക്കുക വെച്ചാൽ പൊതുവേ വെളിയിൽ നിന്നുള്ള ഫുഡുകൾ ഈ കെമിക്കൽസ് കാര്യങ്ങൾ അങ്ങനെ ആഡ് ചെയ്ത് വെച്ചാൽ എനിക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് മനസ്സിലാവുന്നത് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലുണ്ട്. പിന്നെ മാഗിയൊക്കെ കൊണ്ട് കഴിച്ച് നമ്മൾ ഉണ്ടാക്കി കഴിക്കണം. പക്ഷേ മാഗി ഒന്നും കഴിച്ചുകൂടാ കേട്ടോ. കുക്കീസ് കഴിച്ചുകൂടാ. അതുപോലെ തന്നെ നമ്മളെ പലഹാര ഐറ്റംസ് അങ്ങനെ ഐറ്റംസുകളൊന്നും ഒന്നും കഴിച്ചുകൂടാ, അതാണ് സത്യം. പിന്നെ ഈ കണ്ണിൽ കണ്ട ഐറ്റംസ് ഒഴിവാക്കിയിട്ട് എന്ന് വെച്ചാൽ ഇപ്പം നമുക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരു എന്തോ പറയാനായിട്ട് ഡാർക്ക് ഫാൻറ്റസിയുടെ ഒരു ബിസ്ക്കറ്റ് അടിപൊളിയാണ്. ചായയിൽ മുക്കി ഇങ്ങനെ കഴിക്കുമ്പോൾ സൂപ്പർ. പക്ഷെ അത് കഴിച്ചുകൂടാ. അതിന് പകരം നമ്മളൊരു കയ്യിൽ അരിമുറുക്ക് കഴിച്ച് കഴിക്കുകയും ചെയ്യും. പിന്നെ കഴിക്കാം, വല്ലപ്പോഴും ഒരെണ്ണം കഴിക്കുക, അല്ല ആഴ്ച ഒരു ദിവസം കഴിക്കുക. അങ്ങനെയൊന്നും കഴിച്ചാൽ നമ്മൾ തൈറോയ്ഡ് കൂടിയൊന്നും പ്രശ്നമൊന്നും വരത്തില്ല. ഓക്കെ, ഇതൊക്കെയാണ്. അപ്പോൾ തൈറോയ്ഡ് ഉള്ളവർ മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ബാക്കി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വീട്ടിലൊക്കെ ഉണ്ട് അവോയ്ഡ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് 2 സ്ഥലത്തും പോയിട്ട് ആ ഹോമിയോയിലും മറ്റെല്ലാം പോയിട്ട് വലിയ വ്യത്യാസം തോന്നിയില്ല. പക്ഷേ ഇംഗ്ലീഷ് മെഡിസിൻ ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ചെക്കപ്പ് കാര്യങ്ങളെല്ലാം അതേപോലെ പോകുന്നുണ്ട്. ആയുർവേദത്തിൽ പോയപ്പോൾ ബോഡിക്ക് ഒരു തണുപ്പ് ഫീൽ ചെയ്തു. പക്ഷേ വലിയൊരു മാറ്റം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഹോമിയോ മെഡിസിനിൽ എനിക്കൊരു ചെറിയ മാറ്റം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഇനി അതും കൂടെ പോയി കഴിഞ്ഞാൽ വേറെ പോകാൻ വരുന്നില്ല. അത് വേറൊരു സത്യമാണ്. അപ്പം ഏതെങ്കിലും കുറച്ച് നിങ്ങൾക്ക് ചെയ്യണമല്ലോ. എനിക്ക് റിസൾട്ട് തോന്നി ഞാൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ.